നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തി മുളക് ഇട്ടതാണ്. പണ്ടത്തെ മത്തിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മത്തിക്കറിയുടെ റെസിപ്പി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ അവസാനം വരെ കാണണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് കുഞ്ഞമത്തിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമത്തിൻ്റെ സീസൺ ആയതിനെക്കൊണ്ട് നമുക്ക് കുറച്ച് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷായ മത്തിയാണ് കേട്ടോ. കുഞ്ഞമത്തി വൃത്തിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുളകിട്ട് വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 തക്കാളി, 1 സവാളയും 2 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് കേട്ടോ. കുറച്ച് പുളിവെള്ളം വേണം. തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ നമ്മളിവിടെ കറി വെക്കാൻ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിൽ കറി വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. നിങ്ങളും കറി വെക്കുമ്പോൾ ചട്ടി എടുത്താൽ മതി. ഇതിലേക്ക് ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. നമ്മളൊന്നും വഴറ്റുന്നില്ല കേട്ടോ, വെളിച്ചെണ്ണയിൽ ഒന്നും വഴറ്റുന്നില്ല. അപ്പം നമ്മൾ പൊടിപ്പാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കല്ലുപ്പാണ് കറിയിലിടാൻ നല്ലത്. നല്ല ടേസ്റ്റ് കുറച്ചും കൂടെ കൂടാനൊക്കെ കല്ലുപ്പാണ് നല്ലത്. ഇന്നലെ കല്ലുപ്പ് വാങ്ങാൻ മറന്നു പോയതിനെ കൊണ്ടാണ് പൊടിയുപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ കറി വെക്കുമ്പോൾ എന്തുപ്പാണ് ചേർക്കൽ, കല്ലുപ്പാണോ പൊടിയുപ്പാണോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുളകും മഞ്ഞളൊക്കെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടികളാണ്. ഇത് 3 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമൊക്കെ നിങ്ങളെ പാകത്തിന് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഇങ്ങനെ വറ്റി കുറുകി വരുമ്പോഴാണ് നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി 1 സ്പൂൺ എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെയാണ് കറി വെക്കാറുള്ളത്. അവരൊന്നും പണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം നമ്മളും ഇതിലങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ മല്ലിയിലാണ് ചേർക്കുന്നത്. മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് കറിയിൽ വറവിടണം. അതിന് വേണ്ടി ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉലുവ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക്, കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്കിതിൽ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് കറിയാണ് ഉണ്ടാക്കണ്ടേന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.